അഡ്വക്കേറ്റ് ആർ.വി. രാജേഷ്, ഇപ്പോൾ ABVP അവരുടെ നിലപാട് പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം ഈ രാജ്യത്തിന് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യങ്ങളടക്കം യദു വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ABVP സംസ്ഥാനത്ത് PM ശ്രീ നടപ്പാക്കാൻ വേണ്ടി ABVP എടുത്ത ശ്രമങ്ങളെക്കുറിച്ചും യദു സൂചിപ്പിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ PM ശ്രീ പദ്ധതിയെ അടച്ചാക്ഷേപിക്കുന്ന വിധത്തിൽ വലിയ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? PM ശ്രീ പദ്ധതി എതിർക്കുന്നതിന് നയപരമായ ചില കാര്യങ്ങൾ തന്നെയുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്, 1968. അന്ന് അങ്ങനെ ഒരു വിദ്യാഭ്യാസ നയത്തിന് വേണ്ടി ഡോക്ടർ DS കോത്താരി ചെയർമാനായിട്ടുള്ള ഒരു കമ്മീഷനെ രൂപീകരിച്ചു. അന്ന് പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ ചഗ്ലയായിരുന്നു ഇന്ത്യയുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ കമ്മീഷൻ ചെയ്തത് അന്ന് വരെയുള്ള മുഴുവൻ രേഖകളും പരിശോധിച്ചു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ആയിരക്കണക്കിന് അധ്യാപകർ അങ്ങനെ ഒരു ജനാധിപത്യപരമായ ഒരു വലിയ ചർച്ച നടത്തി. അതോടൊപ്പം തന്നെ വാർധയിലെ വിദ്യാഭ്യാസ നയം, ഗാന്ധിജി ആവിഷ്കരിച്ച വിദ്യാഭ്യാസ നയം, ഡോക്ടർ S രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള വിദ്യാഭ്യാസ സമിതി കണ്ടത്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ, അന്ന് വരെ ഉണ്ടായിരുന്ന മുഴുവൻ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളും ചർച്ച ചെയ്ത് സ്വാംശീകരിച്ച് അങ്ങനെയാണ് 68-ലെ ദേശീയ വിദ്യാഭ്യാസ നയമുണ്ടാകുന്നത്. ഇന്നും ഇന്ത്യയുടെ ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് 68-ലെ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് നടപ്പാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെയാണ്. അതിനുശേഷം 1984 രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. അന്ന് നമ്മൾ കൂടുതൽ മനുഷ്യവിഭവ ശേഷി വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി, കൂടുതൽ ക്രിയാത്മകമായി വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകാൻ വേണ്ടി ഇന്ന് കാണുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അടക്കമുള്ള നയങ്ങൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അതും നമ്മുടെ രാജ്യത്ത് വിപ്ലവകരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പടിപടിയായി നമ്മൾ ദേശീയ തലത്തിലൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ അതുവരെയുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ നയം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ 2020-ൽ ഇന്നത്തെ ഗവൺമെൻറ് ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. ആ വിദ്യാഭ്യാസ നയത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ചില ന്യൂനതകൾ എന്ന് പറയുന്നത്, അത് പ്രകടനാത്മകമായി നമുക്ക് ആദ്യം ആ വിദ്യാഭ്യാസ നയം വളരെ സുതാര്യമാണെന്നോ അല്ലെങ്കിൽ അത് നമുക്ക് ഗുണപരമായിരിക്കുമെന്നൊക്കെ തോന്നും എങ്കിൽ പോലും അത് ആ നയം നടപ്പാക്കാൻ വേണ്ടി സുതാര്യമായ യാതൊരുവിധ ചർച്ചകളും, അതിൽ പല കാര്യങ്ങളും രഹസ്യാത്മകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അത്തരം വിദ്യാഭ്യാസ നയം ഇന്ത്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്യാതെ നടപ്പാക്കി എന്നുള്ള ഒരു വിരോധാഭാസം നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായും കൺകറൻറ്റ് ലിസ്റ്റിൽ, ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽ പെടുന്ന കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ നിയമം നിർമ്മിക്കാനുള്ള അവകാശം ഈ വിദ്യാഭ്യാസത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്ന് അത്തരം അധികാരങ്ങൾ മുഴുവൻ കവർന്നെടുക്കുന്ന രീതിയിലേക്കാണ് ഈ വിദ്യാഭ്യാസ നയത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസ നയത്തിലുള്ള പൂർണ്ണമായ ഒരു ആധിപത്യത്തിലേക്ക് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് അധികാരങ്ങൾ മുഴുവൻ കവർന്നെടുക്കുന്ന രീതിയിലേക്ക് പോവുക എന്നുള്ള ഒരു ഗൂഢോദ്ദേശം അതിനകത്തുണ്ട്. നമുക്കറിയാം, സ്റ്റേറ്റിൻ്റെ ലിസ്റ്റിൽ സ്റ്റേറ്റിന് അധികാരമുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിന് അധികാരമുള്ള, നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ള വിഷയങ്ങൾ, രണ്ട് ഗവൺമെൻറ്റുകൾക്കും അധികാരമുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു രാജ്യത്തെ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിതമാണ്. അത്തരം വിദ്യാഭ്യാസ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് സുതാര്യമായ ചർച്ചകൾ നടപ്പാക്കണം. അതല്ലെങ്കിൽ അതിന് പാർലമെൻറ്റ് ചർച്ച ചെയ്യണം. അത് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് ഒരു നയം നടപ്പാക്കണം. അത്തരം കാര്യങ്ങളില്ലാതെ ഹിഡൻ അജണ്ടകളോടുകൂടി ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിച്ച് അത് നടപ്പാക്കിയാൽ ആ നയത്തിലുള്ള അപാകതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് കോൺഗ്രസ് നിറവേറ്റിയിട്ടുള്ളത്. അത് ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. അഡ്വക്കേറ്റ് ആർ.വി. രാജേഷ്, ഇപ്പോൾ കോൺഗ്രസ് ഇതിനെ നഖശിഖാന്തം എതിർക്കുകയാണല്ലോ. എന്താണ് നിങ്ങൾ ഇതിൽ കാണുന്ന ന്യൂനത? എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അല്ലെങ്കിൽ ഈ PM ശ്രീയുടെയൊക്കെ പ്രശ്നം എന്താണ്? ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിരവധിയായ പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ. ആ വിദ്യാഭ്യാസ നയം എങ്ങനെയാണ്? ഒരു പാർലമെൻറ്റ് ചർച്ച ചെയ്തല്ലേ ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഓരോ നിയമങ്ങൾ നമുക്കറിയാം. ഇന്ന് ഒരുപക്ഷെ ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടി നിയമങ്ങൾ പാസ്സാക്കുന്ന പാർലമെൻറ്റിൻ്റെ നടപടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
യാതൊരുവിധ ചർച്ചകളും പാർലമെൻറ്റിൽ നടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ രീതിയിലേക്ക് ചർച്ചകളില്ലാതെ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുടെ താല്പര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ തേടാതെ ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നു. ആ വിദ്യാഭ്യാസ നയത്തിലൂടെ ദേശീയ തലത്തിൽ രാജ്യത്ത് നടപ്പാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നയത്തെ അതിലൊരു കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഭാരതീയവൽക്കരണം എന്ന് പറയുന്നു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട അഡ്വക്കേറ്റ് ആർ വി രാജേഷ്, ഈ ദേശീയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ NEP വന്നത് മുതൽ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് കാവ്യവൽക്കരണം എന്ന്. ഇതിൻ്റെ ഏത് നിബന്ധനകളിലാണ് കാവ്യവൽക്കരണത്തിലേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് നയിക്കുന്ന എന്ത് ആംഗിളാണ് ഈ നയത്തിൽ? അവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? കാരണം ഇത് വലിയ വിമർശനമായി ഇടത് വലത് മുന്നണികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായി എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കൊട്ട് കഴിയുന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് കാണിക്കാൻ കഴിയുമോ? ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ നിരവധി പ്രാവശ്യം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെ പക്ഷേ ഗവൺമെൻറ് ഗൗരവത്തോടു കൂടി എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പം വിദ്യാഭ്യാസം എപ്പോഴാണ് 3 വയസ്സിൽ തുടങ്ങുക. ആർ വി രാജേഷ്, ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 2022 തുടങ്ങുന്നത്. അന്ന് രാജസ്ഥാൻ ഉണ്ടായിരുന്നത് കോൺഗ്രസ് സർക്കാരാണല്ലോ. എന്തുകൊണ്ടാണ് അന്ന് അശോക് ഗെഹ്ലോട്ട് ഇതിൽ ഒപ്പുവെച്ചത്? അപ്പോൾ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട, ഈ കാവ്യവൽക്കരണം എന്നതൊക്കെ കോൺഗ്രസിന്റെ മുന്നിലില്ലായിരുന്നോ? പിന്നീട് അതിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല നയത്തിൽ. അല്ല, അതൊരു കാര്യമുണ്ട്. രാജസ്ഥാൻ ഗവൺമെന്റ് ആണ് ആദ്യം ഒപ്പുവെച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിലുള്ളത്. രാജസ്ഥാൻ ഗവൺമെന്റ് കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. BJP സംസ്ഥാനങ്ങൾ പോട്ടെ, അന്ന് കോൺഗ്രസ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അല്ല, അതിനെ ഞാൻ വ്യക്തമായി പറയാം. ഇതിൻ്റെ ഒരു കരട് രൂപീകരിച്ചപ്പോൾ തന്നെ നമുക്ക് വളരെ ആകർഷകമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയമായിട്ടാണ് നമുക്ക് അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ തോന്നുന്നത് കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഒരു കോവിഡ് കാലഘട്ടം കൂടിയാണ്. രാജ്യത്തെ വരുമാനം മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലേക്ക് എത്തിപ്പെടുന്ന ഒരു കാലഘട്ടം. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് മറ്റ് വരുമാനമില്ല, അതല്ലെങ്കിൽ പെട്രോളിൽ നിന്ന് പോലുമുള്ള വരുമാനം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്ന് അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചു. അത് നമ്മൾ ആകർഷകമായി തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. അത് വിശദമായ ചർച്ചകൾ പോലും നടക്കാതിരുന്ന ഒരു കാലഘട്ടം. അന്നത്തെ ഒരു ഗവൺമെൻറ് ആ ഒരു കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ ഇത്തരം ഒരു നയം കൊണ്ടുവന്നപ്പോൾ അന്ന് രാജസ്ഥാനിലെ ഗവൺമെൻറ് അത് ചർച്ച ചെയ്യാതെ നടപ്പാക്കി, അല്ലെങ്കിൽ അതിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോൺഗ്രസ് അതിനകത്ത് ഈ വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചപ്പോൾ അതിൻ്റെ കരട് കഴിഞ്ഞ് യഥാർത്ഥ നയത്തിലേക്ക് വന്നപ്പോൾ ഇത് ചർച്ച ചെയ്യാത്ത ഒരു നയം നടപ്പാക്കിയപ്പോൾ, ആ നയത്തെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ അത് അപകടകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പറയും GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് കൊടുക്കണം എന്നുള്ളതാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മനസ്സിലാക്കണം. പക്ഷേ GDP-യുടെ 6% പോയിട്ട് 3% പോലും വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നില്ല. നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, നിലവിൽ പരിശോധിച്ച് നോക്ക്. ഇത്തരം പൊള്ളത്തരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് 6 വയസ്സുകൊണ്ട് അവൻ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട, അവൻ്റെ കുലത്തൊഴിലേക്ക് പഠിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വ്യവസായികളുടെ മക്കൾ മാത്രം വിദ്യാഭ്യാസമുള്ളവരാകുക, അവർ വ്യവസായം പഠിക്കുക. സാധാരണ കൂലിപ്പണിക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു തെങ്ങ് കയറ്റക്കാരൻ്റെ അല്ലെങ്കിൽ ഈ കൊല്ലപ്പണി ചെയ്യുന്ന ആളുകൾ, അവരുടെ മക്കൾ, ഇത് ഒരു 1950-കളിൽ തമിഴ്നാട്ടിൽ ഇത്തരം ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. എന്താണ് കുലക്കൽവി തിട്ടം? പരിശോധിച്ചാൽ അറിയാം, ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കുലക്കൽവി തിട്ടം എന്ന് C. രാജഗോപാലാചാര്യയുടെ ഗവൺമെൻറ് ഒരു നയം കൊണ്ടുവന്നു. അതിന് തമിഴ്നാട്ടിൽ വ്യാപകമായി എതിർപ്പുണ്ടായി. അന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന K. കാമരാജ് ആ ഗവൺമെൻറ് നയത്തെ നഖശികാന്ത് എതിർത്തു. കുലക്കൽവി തിട്ടം പിൻവലിച്ചില്ലെങ്കിൽ അത് ശക്തമായ സമരം ആരംഭിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ തീരുമാനിച്ചു. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് തന്നെയാണ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് തന്നെയാണ്. കാരണം എന്താണ്? ചെരുപ്പ് കുത്തിയുടെ മകൻ ചെരുപ്പ് കുത്താൻ പഠിക്കുക, കൊല്ലപ്പണിക്കാരൻ്റെ മകൻ കൊല്ലപ്പണി പഠിക്കുക, കർഷകൻ്റെ മകൻ കൃഷി മാത്രം പഠിക്കുക, അതല്ലെങ്കിൽ തെങ്ങ് കയറാൻ കഴിയുന്നവൻ അത് ചെയ്യുക. അപ്പോൾ ഈ രീതിയിലേക്കുള്ള ഒരു വിദ്യാഭ്യാസ നയം, അവൻ്റെ കുലമനുസരിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് വിദ്യാഭ്യാസത്തെക്കാൾ മെച്ചമെന്ന് 50-കളിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ, അല്ലെങ്കിൽ അത്തരമൊരു കുലക്കൽവി തിട്ടം പോലുള്ള വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പോയപ്പോൾ അതിനെ എതിർത്തിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട്. കാമരാജ് അതിനെ എതിർക്കുകയും ആ പദ്ധതി പിൻവലിക്കാൻ വേണ്ടി രാജഗോപാലാചാര്യയുടെ ഗവൺമെൻറ് തയ്യാറാവുകയും ചെയ്തു. ഇത് ചരിത്രം. അപ്പോൾ അന്ന് 50-കളിൽ ഇത്തരത്തിലുള്ള, അന്ന് ഒരുപക്ഷെ കുലത്തൊഴിൽ എന്നുള്ളത് വലിയ മഹിമയുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുലത്തൊഴിൽ പഠിച്ചാൽ അവന് ജീവിക്കാൻ കഴിയും എന്നുള്ള സാഹചര്യത്തിൽ വന്നു. ഇന്നിതാ
ആധുനിക കാലഘട്ടത്തിലാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം കുലക്കൽവി തിട്ടം പോലുള്ള അവൻ്റെ കുലത്തൊഴിൽ പഠിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള അശാസ്ത്രീയമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അശാസ്ത്രീയമായ നയം നടപ്പാക്കിയാൽ അത് എതിർക്കപ്പെടേണ്ടതല്ലേ? വിദ്യാർത്ഥികൾക്ക് അവന്റെ ഇഷ്ടാനുസരണമുള്ള ഒരു വലിയ വലിയ വാതായനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് തുറന്നിടുമ്പോൾ നയം തെലങ്കാനയിലും അതുപോലെ ഹിമാചലിലും കർണാടകയിലും ഒന്നും മനസ്സിലാകുന്നില്ലേ? കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ ആരാ ഒപ്പിട്ടത്? BJP-യുടെ ഗവൺമെന്റ് തെലങ്കാനയിൽ. ഒരു ഇടവേള നമ്മൾ സമഗ്രമായി പോകേണ്ട ഒരു വിഷയം, ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്.